friends, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹോം മെയ്ഡ് ബ്ലീച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും എങ്ങനെയാണ് പാർലറിൽ പോയിട്ട് ആണ് ബ്ലീച്ച് ചെയ്യുന്നത് അല്ലേ? അത് കൂടുതലും കെമിക്കലാണ്. പക്ഷെ ഇപ്പോൾ ഹെർബൽ ബ്ലീച്ചും വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഫേസിൽ കെമിക്കലായിട്ടുള്ള ബ്ലീച്ച് ചെയ്യുന്നതിൽ നല്ലതാണ് ഹോം മെയ്ഡ് ബ്ലീച്ച് ചെയ്യുന്നത്. കാരണം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ കിച്ചണിൽ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പം നമ്മളുടെ ഫേസിന് ഒരു സൈഡ് എഫക്ട്സോ ഒരു കേടോ ഒന്നും ഉണ്ടാവില്ല. നല്ല ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു വൈറ്റനിങ് കിട്ടും. അതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഈ ഫ്യൂച്ചറിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ തന്നെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ബ്ലീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് പിഴുപുളിയാണ്. എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണ് അല്ലേ പിഴുപുളി. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പിഴുപുളിയാണ്. നമുക്കിനി നെക്സ്റ്റ് വേണ്ടത് തേനാണ്. ഞാനിവിടെ ഡാബറിൻ്റെ തേനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. തേന് നാച്ചുറൽ ആയിട്ടുള്ള തേന് പലരുടെയും വീട്ടിൽ കാണും, ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വാങ്ങുന്നത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ലെമണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് ലെമൺ വെച്ചിട്ടുണ്ട്. ഈ ഹാഫ് ലെമണിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. ഇനിയും അടുത്തത് വേണ്ടത് തൈരാണ് വേണ്ടത്. നല്ല നാടൻ തൈരാണ്. വീട്ടിലുണ്ടാക്കുന്ന തൈര് തന്നെയാണ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പുറത്തുനിന്ന് വാങ്ങുന്നതിലും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഉണ്ടെങ്കിൽ അതാണ്. നല്ല കട്ട തൈരാണ്. ഇതുപോലത്തെ നല്ല തൈര് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ്. എൻ്റെ കയ്യിൽ അല്ലാതെ പൊടിച്ച് നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉണ്ടാക്കുന്ന കസ്തൂരി മഞ്ഞൾ എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കസ്തൂരി മഞ്ഞൾ വാങ്ങിച്ചത്. അതില്ലവർക്ക് അതാണ് നല്ലത്. പിന്നെ വേണ്ടത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗള് വേണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിച്ചിരുന്നു പിഴുപുളി വേണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ പിഴുപുളിയിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 2 സ്പൂൺ വെള്ളം അതിലേക്ക് ഒഴിക്കുക. ഞാനിപ്പം കുറച്ച് വെള്ളം ഞാനിതാ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പുളി നന്നായിട്ട് വെള്ളത്തിൽ ചേർന്ന് കഴിഞ്ഞ് നമുക്കിതിൻ്റെ പൾപ്പ് എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ 1 സ്പൂൺ പൾപ്പാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഇരിക്കണം. അപ്പോൾ അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ പൾപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ പുളി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ പൾപ്പ് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. കണ്ടോ? അപ്പോൾ ഇതുപോലെ കിട്ടണം. അപ്പം ഇത് 1 സ്പൂണ് ഇതിൻ്റെ പൾപ്പ്, പുളിയുടെ പൾപ്പ് 1 സ്പൂൺ വേണം നമുക്ക്. അപ്പോൾ 1 സ്പൂൺ പൾപ്പ് ഞാനിപ്പം ഈ പാത്രത്തിലാണ് നമ്മൾ ബ്ലീച്ച് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ 1 സ്പൂൺ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ തൈരാണ്. നല്ലൊരു ഫുൾ സ്പൂൺ നല്ല കട്ട തൈര് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 ഫുൾ സ്പൂൺ തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഹണിയാണ്. 1 ഫുൾ സ്പൂൺ ഹണി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. ഞാൻ ഇപ്പം ഇതിന് 1/2 സ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും നെക്സ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് ലെമണാണ്. ഞാൻ 1/2 ലെമൺ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നീര് നമുക്ക് ഈ സ്പൂണിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഫുൾ സ്പൂൺ ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടോ? ഇതുപോലെ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലോട്ട് പോകണ്ട, അല്ലാതെ നമ്മൾ സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ നന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ വാളൻപുളി ഇതിലേക്ക് ചേർക്കുന്നത് സ്കിന്നിന് നല്ല കളർ കിട്ടാനും അതുപോലെ തന്നെ സ്മൂത്ത് ആകാനും വേണ്ടിയിട്ടാണ്.
പിന്നെ നമ്മൾ ചേർത്തത് തൈരാണ്. തൈര് നമ്മൾ ചേർക്കുന്നത് ഡെഡ് സ്കിൻ റിമൂവ് ആകാനും അതുപോലെ തന്നെ നമ്മളുടെ ഫേസിന് നല്ല തിളക്കം കിട്ടാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ലെമൺ ചേർത്തു. അത് ഒരു ബ്ലീച്ചിങ് ഏജൻ്റാണ് ലെമൺ, അതെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഫേസിന് നല്ല ഗ്ലോ തരും. അതുപോലെ പിഗ്മെൻറ്റേഷൻ പോകാനും വളരെ നല്ലതാണ് ലെമണ്. പുരികത്തിൽ ഒന്നും കൊള്ളാണ്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പുരികം, കൺപീലി, അതുപോലെ മുടിയിൽ ഒന്നും അധികം പോവാതെ വേണം ചെയ്യാൻ. കാരണം നമ്മുടെ ഇതിൽ കസ്തൂരി മഞ്ഞൾ ചേർത്തിട്ടുണ്ട്. അത് മുടിയിലും പുരികത്തിലും ഒന്നും കൊള്ളാതിരിക്കുന്നതാണ് നല്ലത്. കസ്തൂരി മഞ്ഞൾ നമ്മളുടെ ഫേസിന് വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഹണി നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ല ഗ്ലോ കിട്ടാൻ ഒരുപാട് നല്ലതാണ് ഹണി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെയുള്ള മിക്സ് നമ്മളുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടാനും വൈറ്റനിങ് ആവാനും ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഇത് നെക്കിലും നന്നായിട്ട് കവർ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഒരുങ്ങുന്ന സമയത്തൊക്കെ നമ്മളുടെ ഫേസിന് ഒരു കളറ്, നെക്കിന് വേറൊരു കളറ് അങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ എപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഇട്ടാലും ഫേസിലിടുമ്പം അതുപോലെ തന്നെ നെക്കിലും ഇടുക, അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ കാണിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇടാത്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഇടുക. അപ്പം ഞാൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ്സ് നിൽക്കണം ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. സാധാരണ ഫേസ് പാക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഉണങ്ങത്തില്ലേ, അപ്പോൾ ഉണങ്ങുമ്പോൾ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുമില്ലേ. അപ്പോൾ ആ ഒരു ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം ഞാൻ വരാം. അപ്പോൾ ഞാൻ വന്നു. 20 മിനിറ്റ്സ് എടുത്തു. ഇതാ ഇത്രയും ഒന്ന് ഉണങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണാമല്ലോ അല്ലേ, ഇത് നന്നായിട്ട് ഇതാ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ ഫേസ് ഇതാ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് ഫേസ്. അതുപോലെ നിങ്ങൾക്ക് വീക്ക്ലി ഇത് 1 ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ബ്ലീച്ച് ചെയ്യാം. സാധാരണ നമ്മൾ ബ്ലീച്ചൊക്കെ എങ്ങനെയാണ് മന്ത്ലി 1 ടൈം മാത്രമേ ചെയ്യുള്ളൂ അല്ലേ. പക്ഷെ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് വീക്ക്ലി 1 ടൈം നമുക്കിത് ചെയ്യാം. ഫേസിന് നല്ല ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ വൈറ്റ് കളർ വരണം എന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരുമില്ല അല്ലേ. അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. നല്ലൊരു ബ്രൈറ്റനിങ് കിട്ടും നമ്മളുടെ ഫേസിന്. നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. വീക്ക്ലി 1 ടൈം നിങ്ങൾക്ക് ചെയ്താൽ നല്ലൊരു ഗുഡ് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഷുവർ ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇതിന് മുന്നേ ഒരു പറയാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ഈ ബ്ലീച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. ഫേസ് സ്ക്രബ് കയ്യിലില്ലാത്തവരായിട്ട് ആരുമില്ല അല്ലേ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് സ്റ്റീം ചെയ്യുക. നന്നായിട്ട് ആവി പിടിക്കുക. അപ്പോൾ ആവി പിടിക്കുമ്പം പോഴ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ആവും. അപ്പം അതിനുശേഷം നിങ്ങൾ ഈ ബ്ലീച്ച് ഇടുവാണെങ്കിൽ ഫേസിൽ നന്നായിട്ട് ആ ബ്ലീച്ച് നമ്മുടെ ഫേസിൽ നന്നായിട്ട് പിടിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ല ഗ്ലോ കിട്ടാനൊക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.